മുന്നേക്കെ നാട്ടില് ഓണത്തിന്റെ ദിവസം ഭയങ്കര പരിപാടിയായിരിക്കും. പുതിയ സ്കൂൾ ഗ്രൗണ്ടില് നാട്ടിലെ ഓരോ ക്ലബ്ബുകളൊക്കെ. എനിക്ക് സ്വർണ്ണം മുതൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് അന്താക്ഷരിക്ക് ഫസ്റ്റ് കിട്ടിയിട്ട്. അങ്ങനെയാണ് പയ്യന്നൂർ കോളേജിൽ നിന്ന് ഞാൻ ഡിഗ്രി ചെയ്യുന്നതും. ആ സമയത്ത് 3 വർഷം നാടകം ചെയ്തു യൂണിവേഴ്സിറ്റി. അല്ല അതിലൊക്കെ ആയി. ചപ്പാത്തി റോക്ക് ആൻഡ് റോൾ. എനിക്ക് നല്ല ബുദ്ധിയാണ്. നീ വിചാരിച്ച ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് KK ജോസ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നൂടെ. നാഗവല്ലിയോ? അതൊന്നുമല്ല. നാഗവല്ലിയോ വിടമാട്ടെ, അതൊന്നുമല്ല. അമ്പട കേമ. അമ്മായിയമ്മ. അമ്മായിയമ്മ. വെരി ഗുഡ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആയിരിക്കില്ല ചിലപ്പോൾ ഡയറക്ടറിന്റെ വ്യൂ, അതായിരിക്കില്ല സ്ക്രിപ്റ്റ് റൈറ്റർ വ്യൂ, അതായിരിക്കില്ല സിനിമാറ്റോഗ്രാഫറുടെ വ്യൂ. ഹായ് ഹലോ, ലെമോ ഓണത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് സ്കൂളിൽ പഠിച്ചത്, ഒരുമിച്ച് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സർവോപരി എൻ്റെ സ്വന്തം നാട്ടുകാരിയാണ്, കാഞ്ഞങ്ങാടുകാരിയാണ് ഉണ്ണിമായ. വെൽക്കം ഉണ്ണി. ഹാപ്പി ഓണം, ഹാപ്പി ഉത്രാടം, തിരുവോണാശംസകൾ എല്ലാം പറഞ്ഞു. എല്ലാം പറഞ്ഞ പോലെ ആയല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. അതല്ല, വർക്കും കാര്യങ്ങളെല്ലാം എങ്ങനെ പോകുന്നു? ഇപ്പോൾ കുറച്ച് ആഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പടം വരാൻ പോകുന്നതേ ഉള്ളൂ. വിശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ 4 വർഷമായിട്ട് ഓണത്തിന് ഇങ്ങനെ ഇന്റർവ്യൂസ് വരുന്നുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മ നാടകത്തിൽ അന്ന് അഭിനയിച്ചു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നാടകം ചെയ്തിട്ടുണ്ട്. നമ്മൾ പരിവാറിൽ ഒന്നിച്ച് അഭിനയിച്ചു. പണ്ടത്തെ സിനിമ ആഗ്രഹങ്ങളായിട്ട് നമ്മൾ നടന്നതാണ്. അങ്ങനെ നാടകത്തിൽ അഭിനയിക്കുമ്പോഴേ നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചു. ഇന്നിപ്പോൾ നമ്മൾ ഒരേപോലെ ഒരു ഓണത്തിന് ഇന്ന് ഇന്റർവ്യൂ ചെയ്യാണ്. അപ്പോൾ എനിക്ക് എന്ത് തോന്നുന്ന ഒരു ഫീൽ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആഗ്രഹങ്ങളാണ്, ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ചെറുപ്പത്തിൽ ഇങ്ങനെ നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹമാണ്. ആ ഒരു ആഗ്രഹ സാക്ഷാത്കാരവും കഴിഞ്ഞിരിക്കുകയാണ് ഈ മൊമെന്റിൽ. അപ്പോൾ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. നമ്മൾ പഴയ കാര്യങ്ങളിലേക്ക് ആലോചിക്കുന്ന സമയത്ത് ആ ഒരു നമ്മളൊരു മിനി വേർഷന്ന് ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ, നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന്, ആ ഒരു വേർഷനിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ലൈഫിൽ ചെറുതാണേലും എന്തൊക്കെയോ അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു എന്തായാലും ഗ്രോത്ത് തന്നെ ഉണ്ട് നമുക്ക്. നമ്മൾ ആഗ്രഹിച്ചത് വലിയ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഇല്ലെങ്കിലും നമ്മൾ ചെയ്തതിൽ വെച്ച് നോക്കുമ്പോൾ അല്ലെ, നമ്മൾ ആഗ്രഹങ്ങൾ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ. അതെ, സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത്. നീ എനിക്ക് പറഞ്ഞത് ഓർമ്മയുണ്ട് പരിവാർ കഴിഞ്ഞിട്ട്, ഓർക്കുന്നുണ്ടോ? ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി ഓൾവേസ് വിൻ ദ റേസ് എന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് ഓർമ്മയില്ല, നമ്മൾ സ്കൂളിൽ പണ്ട് നാടകം ചെയ്യുന്ന സമയത്ത് കഞ്ഞി ഷെഡ് എന്നാണ് പ്രാക്ടീസ് എല്ലാം ചെയ്യല്. നമ്മളെ സ്കൂളിൽ, അതായത് ദുർഗ സ്കൂളിൽ ഒരു കഞ്ഞി ഷെഡ് ടീം ഉണ്ടായി. അപ്പൊ ആ കഞ്ഞി ഷെഡിൽ പോയിട്ട് എപ്പോഴും ക്ലാസ് കട്ടാക്കിയിട്ട് അതെ, മെയിൻ കാര്യം എന്ന് വെച്ചാല് നമ്മളെ പഠിപ്പിക്കുന്ന മാഷന്മാര് വന്നിട്ട് റിഹേഴ്സൽ ചെയ്യിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ടൊക്കെ പോകും. പിന്നെ നമ്മളോട് റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടി പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ക്ലാസ് കട്ടാക്കുക, പിന്നെ റിഹേഴ്സൽ ചെയ്യുക. പിന്നെ സ്കൂളിന്റെ നന്മക്കാണല്ലോ ആലോചിക്കുമ്പോഴാണ് ഒരു സന്തോഷം. എനിക്കൊരു ഡയലോഗ് ഓർമ്മയില്ലേ? എന്തായിരുന്നു ആ ഡയലോഗ്? നമ്മളെ എസ്കത്തിയും അല്ലേ? ആ സമയത്ത് ഒരു കോൺട്രവേഴ്സി ഇഷ്യൂ ആയിരുന്നു ഡയലോഗ്. നമ്മള് മറ്റേ മലേറിയ കണ്ടുപിടിച്ച, മലേറിയയിൽ അതായത് കൊതുകിന്റെ സാന്നിധ്യത്തിന്റെ കണ്ടുപിടിച്ച റൊണാൾഡ് റോസ് ശാസ്ത്ര നാടകം റൊണാൾഡ് റോസ്. ആ സമയത്തുള്ള ഒരു കോൺട്രവേഴ്സി എസ്കത്തിന്റെ അല്ലേ? ആ സമയത്താണ് നമ്മൾ ഈ നാടകം ചെയ്തത് അല്ലേ? അന്ന് നമ്മൾ സ്റ്റേജിൽ ചെയ്യുന്ന സമയത്ത് ഒരു ബാനർ പിടിച്ചിട്ട് ബാനർ സ്റ്റേജിൽ നിന്ന് പൊട്ടിപ്പോയി. അപ്പൊ എല്ലാവരും ഇങ്ങനെ ശാസ്ത്ര നാടകമല്ലേ, നമ്മളിങ്ങനെ പിടിച്ചിരിക്കുമ്പോ ഒരാളുടെ കയ്യിൽ മാത്രം പൊട്ടിപ്പോ ആരും നീയാണോ നിഖിലാണോ എന്തോ ഡയലോഗ് അടിച്ച് മയ്യാതൊക്കെ എടുത്തു വെക്കുന്നത് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ ഓർമ്മയുണ്ട് ഇപ്പോഴും. നിഖിൽ കൃഷ്ണൻ ഉണ്ടായിനി, പിന്നെ കൃഷ്ണപ്രിയ ഉണ്ടായിനി, ഞാൻ, നീ, പിന്നെ വേറെ ഗോകുൽ ഉണ്ടായിരുന്നില്ലേ? ഗോകുൽ ഉണ്ടായിരുന്ന. എനിക്ക് തോന്നുന്നത് എന്റെയും ഒന്നാറ്റം തോന്നുന്നത് പൊട്ടിയത്. അങ്ങനെ എന്താണ് പൊട്ടിയത്, എടുത്തു വെക്കടാന്നൊക്കെ പറയുന്നത്. പിന്നെ ഇപ്പോ നീ സിനിമയിലേക്ക് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച നക്ഷത്രത്തിലൂടെയാണ് വന്നത് അല്ലേ? അപ്പൊ ആദ്യമായിട്ട് ആ സിനിമ ഒരു ആക്ഷൻ പറയുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, സിനിമയിലെത്തി നീ നിന്റെ ക്യാരക്ടറിന് ഒരു ഷോർട്ടിന് ആക്ഷൻ ചെയ്യാൻ പോവാണ്. ആക്ഷൻ എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പത്തെ നിന്റെ ഒരു ഉള്ളിലുള്ള ഒരു ഫീൽ എന്തായിരുന്നു? ടെൻഷൻ അല്ല ഉണ്ടായിരുന്നു. നമ്മളൊരു ബ്ലാങ്ക് സ്റ്റേറ്റ് എന്ന് പറയില്ലേ, ഒന്നും അറിയാത്തൊരു രീതി. അതായത് ഞാൻ ഇതുവരെ ഷൂട്ടിങ്ങോ കാര്യങ്ങളോ കണ്ടിട്ടില്ല. അതിനു മുമ്പ് ഒരു പൂജ തിങ്കളാഴ്ച എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഷോട്ട് എൻ്റെ തന്നെയായിരുന്നു. ഈ അടുക്കളയിൽ നിന്ന് അമ്മയായിട്ട് ഓരോ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട്
അതായത് അച്ഛൻ ഇപ്പോഴും സന്തോഷേട്ടനോട് ദേഷ്യം തന്നെ, എന്തിനാണ് ഇത്രയും കാലം ദേഷ്യം പിടിക്കുന്നത് എന്നുള്ളൊരു ഡയലോഗായിരുന്നു അത്. അപ്പോൾ ഈ പ്ലേസ്മെന്റ് ഒന്നും അറിയുന്നില്ല. ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അത് കട്ട് പറഞ്ഞ ആ വച്ച സ്ഥലത്ത് നിന്ന് മാറ്റരുത്. എനിക്ക് ശങ്കരേട്ടൻ വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശങ്കരേട്ടനല്ലേ നമ്മളെ നാടകം പഠിപ്പിച്ചത്. ഇത് പോയിന്റ് എന്ന് വെച്ചാല് നമ്മ എല്ലാരും കണക്റ്റഡ് ആയിരുന്നു. ദുർഗയിൽ നമ്മളെ നാടകം പഠിപ്പിച്ചത് ശങ്കരേട്ടനാണ്. ജയശങ്കർ. അതെ, ജയശങ്കർ എന്നാണ് പേര്. ശങ്കരേട്ടനാണ് നിന്റെ ഫസ്റ്റ് സിനിമക്കും സിനിമയുടെ എ ഡി ആയിട്ട് വന്നത്. എല്ലാവരും കണക്റ്റഡ് ആയിട്ട് കിട്ടി അല്ലേ? ഫസ്റ്റ് സീനിൽ ശങ്കരേട്ടൻ വഴക്ക് കിട്ടി. അതായത് എനിക്കറിയില്ലല്ലോ കണ്ടിന്യൂറ്റി എന്നുള്ള കാര്യമൊന്നും അറിയില്ലല്ലോ. അവിടുന്ന് മാറ്റല്ലേ, ശങ്കരേട്ടനായിരുന്നു തോന്നുന്നു കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ടായത്. അപ്പൊ നിന്നോട് ആരാ അത് ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ടൊരു വഴക്ക് കിട്ടുക. പിന്നെ അതിനുശേഷം ഞാൻ കണ്ടിന്യൂറ്റി നല്ലോണം ശ്രദ്ധിക്കും. അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ പരിവാറിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച്, പരിവാറാണ് നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമ. അതെ, എന്റെ ഏട്ടത്തമ്മയായിട്ടാണ് അഭിനയിച്ചത്, പ്രശാന്ത് അലക്സാണ്ടറിന്റെ വൈഫായിട്ട്. ആ ക്യാരക്ടർ ഉണ്ണി എന്ന് പറയുന്ന ഒരു പെർഫോമറിനെ ഞാൻ കണ്ട ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കഥാപാത്രങ്ങളിലേക്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് നിനക്ക് ആ ക്യാരക്ടറിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു? അല്ല, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാടൊന്നും പ്രിപ്പയർ ചെയ്യാറില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആയിരിക്കില്ല ചിലപ്പോൾ ഡയറക്ടറിന്റെ വ്യൂ, അതായിരിക്കില്ല സ്ക്രിപ്റ്റ് റൈറ്റർ വ്യൂ, അതായിരിക്കില്ല സിനിമാറ്റോഗ്രാഫറുടെ വ്യൂ. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, സ്വിച്ച് ചെയ്യാൻ പറ്റില്ല ഇവർ പറയുമ്പോൾ. അതുകൊണ്ട് അങ്ങനെയൊന്നും പ്രിപ്പയർ ചെയ്യില്ല. അവരെന്താണോ ആ കഥാപാത്രത്തിന് അവർക്ക് ആവശ്യം ഒന്ന് അവരെ നറേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെ അവതരിപ്പിക്കുന്നത്. നിന്റെ ഒരു ജഡ്ജ്മെന്റ് നീ വെക്കാറുണ്ടോ? അവര് പറയുന്നത് മാത്രമല്ലാതെ അതല്ലാണ്ട് ആ ക്യാരക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ആലോചിക്കാറുണ്ട്. അവരെന്തുകൊണ്ടായിരിക്കും ആ സിറ്റുവേഷനിൽ അങ്ങനെ പെരുമാറിയത്, അല്ലെങ്കിൽ അത്ര ദേഷ്യപ്പെടാൻ. കാരണം നിഷ എന്നുള്ള ക്യാരക്ടർ കുറച്ച് ഹൈപ്പർ ആയിരുന്നു. അപ്പോൾ ചിലപ്പോൾ തിയേറ്ററിൽ കാണുന്നവർക്ക് തന്നെ ഇവളെന്തൊരു ഇറിറ്റേറ്റിംഗ് ആണ് എന്ന് ഫീൽ ചെയ്യും. ആ ഇറിറ്റേറ്റിംഗ് ആണ് ആ ക്യാരക്ടർ. കാരണം ഒരു 10 വർഷത്തോളം അതിൽ 9 വയസ്സുള്ള മോനാണ് സിനിമയിൽ. അപ്പൊ ഏകദേശം ഒരു 10 വർഷത്തോളം കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കുന്ന കപ്പിളാണ് അതില്. അപ്പൊ ഭർത്താവിനും മനസ്സിലാവുമല്ലോ ഭാര്യ കുറച്ച് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത എന്ത് റേഞ്ചിലേക്ക് അവിടെ പോകുന്ന ഭർത്താവിനും മനസ്സിലാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര ഇറിറ്റേറ്റിംഗ് ആയത്, അപ്പൊ അവരുടെ ലൈഫിൽ എത്രമാത്രം ഇഷ്യൂസ് ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ആ ക്യാരക്ടറിനെ അങ്ങനെ. റിയൽ ലൈഫിൽ ഇങ്ങനെയുള്ള നിഷമാരെ കണ്ടിട്ടുണ്ടോ? കുറവാണല്ലേ. മറ്റൊരാളുടെ കുടുംബജീവിതത്തിലേക്ക് എത്തി നോക്കാറില്ല. അല്ല, ഞാൻ നിഷയല്ല. എന്തായാലും നിഷയല്ല. ഓക്കെ. ഇപ്പൊ ഓണമാണ്. പിന്നെ ഈ സിനിമേന്റെ കാര്യം ഫസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം സിനിമ ആയതുകൊണ്ടും അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ അതിലേക്ക് പോയത്. ഓണമാണ്. പിന്നെ ഇപ്പോഴത്തെ ഓണം നമ്മളെ പഴയ ഓണമല്ലോ, കുട്ടിക്കാലത്തെ ഓണം, കാഞ്ഞങ്ങാട് നാട്ടിലെ നമ്മളെ ഓണം. ആ ഓണം ഓർമ്മകൾ എന്തൊക്കെയാ? ഓണം ഓർമ്മകൾ എന്ന് പറയുമ്പോൾ പഴയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഓണം എന്ന് പറയുമ്പോൾ അതൊരു ഓർത്തിരിക്കാനൊന്നും ഉണ്ടാവാറില്ല. ചില സമയത്ത് മടിയാവും, പൂടാനും സദ്യ ഉണ്ണവരെ മടിയാവാറുണ്ട്. കാരണം എന്താണെന്നറിയില്ല, ഒരു വൈബില്ലായ്മ. ഓർഡർ ചെയ്താൽ കിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരിലേക്ക് ഇറങ്ങാത്തോണ്ടായിരിക്കും. മുന്നേയൊക്കെ നാട്ടില് ഓണത്തിന്റെ ദിവസം ഭയങ്കര പരിപാടിയായിരിക്കും. പുതിയ സ്കൂൾ ഗ്രൗണ്ടില് നാട്ടിലെ ഓരോ ക്ലബ്ബുകളൊക്കെ പരിപാടി സംഘടിപ്പിച്ചിട്ട് അന്താക്ഷരി. എനിക്ക് തോന്നുന്നു ഞാൻ പങ്കെടുത്തിട്ടുള്ള അന്താക്ഷരികളിലെല്ലാം എനിക്ക് സ്വർണ്ണ മോതിരം സമ്മാനം കിട്ടിയിട്ടുണ്ട്. അന്താക്ഷരിക്ക് ഫസ്റ്റ് കിട്ടിയിട്ട് എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പങ്കെടുത്തതിലെല്ലാം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. അടുത്ത കൊല്ലം എനിക്കിന് സമ്മാനം വാങ്ങിക്കണം എന്നൊക്കെയുള്ളൊരു വാശി. പിന്നെ പലതരം മത്സരങ്ങളാണ്. അതായത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ഓപ്പൺ ടു ഓൾ ആയിട്ടാണ് മത്സരങ്ങൾ ഉണ്ടാവുക. അപ്പൊ എല്ലാവരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും അങ്ങനെയൊക്കെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിമാരെ അല്ലെങ്കിൽ കസിൻസ് എല്ലാവരും കൂടെ പൂവൊക്കെ പറിക്കാൻ വേണ്ടി പോകും. അത് ഈ നമ്മൾ ഈ വീഡിയോയിലെല്ലാം കാണൂല, ഈ പൂക്കൂടെയൊക്കെ കെട്ടിപ്പോ അത് നമ്മൾ ആക്ട് ചെയ്യണം. അതുപോലെ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തെങ്കിലും ഇലയൊക്കെ പറിച്ചിട്ട് അങ്ങനെയൊക്കെ പൂ പറിച്ച് കൊണ്ടുപോവുക, മൊത്തം സിനിമാറ്റിക് ആക്കുക പണ്ട്. അപ്പൊ തുമ്പപ്പൂവൊക്കെ പറിച്ചിട്ടൊക്കെ കൊണ്ടുവന്നു. ഇപ്പൊ തുമ്പപ്പൂ കണ്ടിട്ട് ഇത് ഓർമ്മയുണ്ടോ? ഹനുമാൻ കിരീടം എന്റെ വീട്ടിലുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന പലർക്കും ഹനുമാൻ കിരീടം ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും അല്ലെ. ഹനുമാൻ കിരീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒരു ഓറഞ്ച് വലിയ കിരീടം പോലത്തെ വലിയ കിരീടം, കുറെ പൂമ്പാറ്റകൾ ഉണ്ടാവും. കാട്ടിൽ പോയിട്ടുള്ള പറിക്കല്ലേ. ഞാനും എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്. അതായത് നമ്മ ഓണത്തിന്റെ സമയമാകുമ്പോ ഈ ബൾക്കായിട്ട് അച്ഛനോട് വീട്ടിൽ നിന്ന് രാത്രി വരുമ്പോ പൂ കൊണ്ടുവരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. കടയിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് പൂ വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അതല്ലാതെ നാട്ടിൽ നമ്മളെ പൂ പറിക്കലുണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ ഈ ബൾക്കായിട്ട് കിട്ടുന്ന ഈ ഹനുമാൻ കിരീടം, അത് മെയിൻ ആയിട്ട് കുറച്ച് സെറ്റാക്കി വെക്കും. ചീര കളറിലൊരു ഇലയെല്ലാം പറിച്ച് മുറിച്ചിട്ടിടും. പിന്നെ തേങ്ങാപ്പീരില്ലേ, തേങ്ങാപ്പീര ഉജാലയിൽ മുക്കിയിട്ട് നീലപ്പൂവായിട്ടിടും. അതെ. പിന്നെ ഇതുണ്ടല്ലോ ഉജാലയിൽ മുക്കിയിട്ട് കളർ വരാൻ വേണ്ടിട്ട്. പിന്നെ മറ്റേ ചിയോതിപ്പൂ മെയിൻ ആണ്, നല്ല രസം. അതാ പിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിങ്ങനെ
ചെത്തി ചെത്തി ഇടാൻ പറ്റും, തൊല്ലി തൊല്ലി ഇടാൻ പറ്റും. കാസർഗോഡ് ഭാഷയിൽ തൊല്ലി. എന്നോട് എന്താ പറയാ ഇവിടെ എല്ലാവരും ചോദിക്കലുണ്ട്, ഞാനിപ്പോ കാസർഗോഡാണെന്ന് പറയുമ്പോൾ എന്നിട്ട് ആ ഭാഷയൊന്നും വരുന്നില്ലല്ലോ, ആ ഭാഷയിൽ സംസാരിക്കുന്നില്ലല്ലോ എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്തായാലും ഈ എപ്പിസോഡ് അവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളതും അങ്ങനെ, നമ്മൾ കാഞ്ഞങ്ങാട് ആയതുകൊണ്ട് തന്നെ കാസർഗോഡൻ ഭാഷയല്ല, നമ്മൾ കണ്ണൂര് ഏകദേശം ആ ഒരു മിക്സ് ആണ്. നമ്മള് ചില സമയത്ത് കാസർഗോഡ് പ്രോപ്പർ കാസർഗോഡിലുള്ള ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമെങ്കിലും തിരിച്ചു പറയാനൊന്നും അറിയില്ല. ഞാൻ ഈ നമ്മുടെ റൊമാൻസ് മൂവിയിൽ മഹിമ പറഞ്ഞ ഡയലോഗ്സ് കേൾക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടില്ല, അപ്പൊ നീ കാസർഗോഡല്ല, എനിക്ക് മനസ്സിലായില്ല. അതെനിക്കും മനസ്സിലായില്ല. അന്ന കാര്യം എന്താ വെച്ചാൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഞാൻ ഡിഗ്രി എടുത്ത് അത്രയും കാലം നമ്മൾ ആ നാട്ടിൽ തന്നെയല്ലേ ഉണ്ടായിന് കാഞ്ഞങ്ങാട്. കാസർഗോഡ് പോയിട്ട് ആ കോളേജിൽ പോയി നിന്നിട്ട് ആദ്യത്തെ 1-2 ആഴ്ച ഇവരെന്ത് പറയുന്നത് പോലെ വേറെ ഏതോ ലോകത്തെത്തിയ പോലെയാണ്, വേറെ ഏതോ ഭാഷ കേൾക്കുന്ന പോലെയാണ്. ഞാൻ തിങ്കളാഴ്ച ഇഷ്ടം ചെയ്യുന്ന സമയത്ത് ഞാൻ പാക്കം ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യാം ടീച്ചറായിട്ട്. അപ്പൊ ആ സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ B.Ed കഴിഞ്ഞൊരു കാലഘട്ടമാണ്. ഹയർ സെക്കൻഡറിയിലെ +1 +2 കുട്ടികളൊക്കെ വലുതാ, എന്നെക്കാളും വലുതല്ലേ, കാണാൻ സൈസ് വലുതാ കുട്ടികളൊക്കെ. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഞാൻ എന്താണ് ആബ ടീച്ചറെ ആബ, എന്താ ആബ മീൻസ് എനിക്കറിയില്ലായിരുന്നു ഈ ആബ എന്ന് പറഞ്ഞാൽ എന്താണ്. ആബ വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് തോന്നുന്നു പറയുന്നത് ആബ. പിന്നെ വേറെന്തോ ഇല്ലേ, നീ ഒന്ന് പോയറ് അവിടെ പോയറ് അല്ലേ, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ പിരിസം, എന്ത് പിരിസോടാ എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്നാണ്. ഈ ഓള എനിക്ക് ഭയങ്കര പിരിസോടാ എന്ന് പറയുന്നത് കാസർഗോഡ് പിള്ളേർ പറയുന്നത് അതൊക്കെ, അങ്ങനത്തെ കുറെ വാക്കുകൾ. പിന്നെ അപ്പോ നമ്മളെ ആ നാടകം ഉണ്ടല്ലോ, കഞ്ഞിഷെഡ് എന്നില്ല ഓർമ്മകളും ആ കാര്യങ്ങളൊക്കെ. അപ്പൊ അവരൊക്കെ നമ്മളിപ്പോ എന്താ വെച്ചാല് ആ നാടകത്തില് നമ്മള് നിന്റെ ക്യാരക്ടർ ഓർമ്മയുണ്ട് എന്താ ചെയ്തതെന്നത്തെ? നമുക്ക് പല ക്യാരക്ടേഴ്സ് ആയിരുന്നു, നമ്മൾ എന്തോ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്, അതിനൊരു ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് നമ്മൾ അതിൽ വരുന്നുണ്ട്, പ്രോപ്പർ ഇന്നാളായിട്ട് അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഇത് നമ്മള് പഴയ കാര്യം കൊതുക് എന്ന് വിളിച്ചിട്ട് കളിയാക്കുക, കൊതുക് ആ അത്രയില്ലല്ലോ ആ സമയത്ത്. ഇന്ത്യക്കാരനാന്നുള്ളൊരു ഡയലോഗ് ഉണ്ട്, അതെങ്ങനെ എനിക്ക് അതിന്റെ ടോണ് ശരിയാവാറില്ലായിരുന്നു. വഴക്ക് പറയാ കൊറേ ചീത്ത കിട്ടിയിട്ടുണ്ട് ഇന്ത്യക്കാരനാ, ആ മോഡുലേഷൻ അങ്ങനെയല്ല മാറ്റി എന്ന് പറയുന്നത് ആ പല രീതിയിൽ പറഞ്ഞല്ലേ. ചിരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ നിർത്തില്ല. പിന്നെ വേറൊരു ശങ്കരേട്ടൻ, അനിൽ നടക്കാവിന്റെ ശിഷ്യനാണ് ശങ്കരേട്ടൻ. അനിൽ നടക്കാന്ന് പറഞ്ഞാൽ വേറൊരു നാടകം പഠിപ്പിക്കാൻ വരുന്നൊരു മാഷുണ്ടല്ലോ, മലയാളം നാടകം പഠിപ്പിക്കില്ല അവരാ. എന്തെന്നത് മൂപ്പരെല്ലാം ചീത്ത പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ പേടിച്ച് പറക്കും, അമ്മാതിരി ചീത്തയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഫ്രണ്ട്ലിയാണ്. പക്ഷെ നാടകത്തിന്റെ റിഹേഴ്സലിന്റെ സമയത്ത് എപ്പോഴും സ്ട്രിക്റ്റ് ആവുമെങ്കിലും അല്ലാത്ത സമയത്ത് നല്ല ഫ്രണ്ട്ലിയാണ്. ഇപ്പൊ അനിലേട്ടനാണെങ്കിലും അനിൽ നടക്കാവാണെങ്കിലും എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ശിക്ഷണം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലേ. തീർച്ചയായിട്ടും. കാരണം സിനിമയിലേക്ക് ഒരു ആഗ്രഹം വന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെയാണ് ആദ്യമായിട്ട് നാടകത്തിലേക്ക് വരുന്നത്. അതിനുശേഷം നാടകത്തിന് വേണ്ടി നാടകത്തിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പുറത്താണ് ഞാൻ പയ്യന്നൂർ കോളേജിലേക്ക് ഡിഗ്രിക്ക് ചേരുന്നത്. അപ്പൊ ആ സമയത്ത് കുറെ വർഷങ്ങളായിട്ട് പയ്യന്നൂർ കോളേജ് ആയിരുന്നു ചാമ്പ്യന്മാർ. അപ്പോൾ എവിടുന്ന് നല്ല നാടകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ പയ്യന്നൂർ കോളേജ്. അങ്ങനെയാണ് പയ്യന്നൂർ കോളേജിൽ നിന്ന് ഞാൻ ഡിഗ്രി ചെയ്യുന്നതും. ആ സമയത്ത് 3 വർഷം നാടകം ചെയ്തു യൂണിവേഴ്സിറ്റി, അല്ല അതിലൊക്കെ ആയി. പിന്നെ ആഗ്രഹം വന്നു, സ്കൂളിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് ലെവലിൽ പോയി, കോളേജിൽ പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിൽ പോയി, ഇനി സിനിമ. അതെ, അത് സിനിമയിലും വന്നു. നീ ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കും പണ്ട്? ഉണ്ട്. പണ്ടത്തെ കുറെ ക്രിഞ്ച് ഡയലോഗ്സ് അങ്ങനത്തെ ഒന്നും എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. എന്നെ മറന്നാലും BA മറന്നാലും MA പഠിച്ചാലും BA പഠിച്ചാലും എന്നെ മറക്കരുത്. എനിക്ക് വായിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതല്ലേ കൊറേ അങ്ങനെ അതേപോലെ എനിക്കൊരിക്കൽ വായിക്കാൻ തന്നിട്ടുണ്ട്, ഞാൻ എന്റെ തന്നിട്ടുണ്ട് നമ്മളെ നാടകത്തിന്റെ റിഹേഴ്സലിന്റെ സമയത്താ. പിന്നെ ആ ഒരു ഓട്ടോഗ്രാഫ് ഉണ്ടല്ലോ അതിപ്പോഴും എന്റെ ഉണ്ട്. ഈ ഓട്ടോഗ്രാഫിന്റെ കാര്യത്തിൽ ഓർമ്മ, PGക്ക് പഠിക്കുന്ന സമയത്ത് അലോഷ്യസിലാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ PGയിലേക്ക് എത്തുമ്പോൾ ഈ ഓട്ടോഗ്രാഫ് സിസ്റ്റം ഒന്നും ഇല്ല. അപ്പോൾ ഓട്ടോഗ്രാഫായിട്ട് വാങ്ങിയിട്ടില്ല. ഞാനൊരു മെമ്മറി ബുക്ക് എന്നുള്ള രീതിയിൽ ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു ക്ലാസ്സിൽ. അതായത് കോളേജിൽ കഴിയുന്നതിന് കുറേ നാൾ മുന്നേ ഓരോരുത്തർക്ക് കൊടുത്തു. അവർക്ക് എത്ര പേജ് വേണമെങ്കിൽ എഴുതാം. അത് ആശംസയൊന്നുമല്ല, അവർക്ക് ആ കോളേജ് ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ ഓർമ്മയിലുണ്ട്, ആരോടൊക്കെ എന്തൊക്കെ പറയണം, അങ്ങനെ ചുമ്മാ അങ്ങനെ കോളേജ് കഴിയുമ്പോഴേക്കും ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ട് ഒരു ബുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു രീതിയാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷം വായിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, എന്നെ കൊണ്ടല്ല, കോളേജ് ലൈഫിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അപ്പൊ അവരുടെ ഒന്ന് മനസ്സ് തുറന്ന് എഴുതാനുള്ള ഒരു പ്ലേസ് എന്നുള്ള രീതിയിൽ ഒരു ബുക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ. ഇപ്പോഴൊക്കെ ക്രിഞ്ച് എന്നൊക്കെ
പറയുമെങ്കിലും അത് ക്രിഞ്ച് ആയിരുന്നില്ല കേട്ടോ. കാരണം അത് നമുക്ക് ഒരാളോടുള്ള ആശംസ ഒന്നും അല്ലല്ലോ, മനസ്സ് പറയുന്ന കാര്യങ്ങളാണല്ലോ. പക്ഷെ എന്നാലും അല്ലേ ഇപ്പൊ അതൊക്കെ ക്രിഞ്ച് എന്നൊക്കെ പറയുമെങ്കിലും പണ്ട് ഈ ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ ഒരു വികാരമായിരുന്നു, ആ പഴയ ഫീല് അല്ലേ. നമ്മള് പഴഞ്ചന, നമ്മൾ 90s kids ആണ്. പക്ഷെ കണ്ടാ പറയില്ല, കമന്റ് എടുത്ത് പറയുന്നു. ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചരണേട്ടൻ പിന്നെ മോൻ, ചരണേട്ടൻ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിന്റെ കരിയറിനൊക്കെ? ചരൺ വിനായക് എന്റെ ലൈഫിൽ ഞാൻ എടുത്തിട്ടുള്ള ഏറ്റവും റൈറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരൺ വിനായക് എന്നാണെന്ന് എനിക്ക് നിസ്സംശയം പറയാം. കാരണം കല്യാണത്തിന് മുന്നേ ഞാനിങ്ങനെ ഡാൻസ് പഠിത്തത്തോടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലായിരുന്നു. പക്ഷെ അതിനുശേഷം എൻ്റെ വേൾഡ് കുറച്ചും കൂടി വിശാലമാണ് എന്ന് തോന്നിയത് എല്ലാ കാര്യത്തിലും, എല്ലാ പെർസ്പെക്റ്റീവ്സും മാറിയിട്ടുണ്ട്. ഞാനൊരു നാട്ടിൻപുറത്ത്, നമ്മളെ നാട് അറിയാലോ, ഒരു നാട്ടിൻപുറത്ത് ജനിച്ച് പല കാര്യത്തിലും നമ്മൾ വളരെ കൺസർവേറ്റീവ് ആയിട്ടായിരിക്കും ചിന്തിക്കുക. ഈവൻ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലായാലും എല്ലാത്തിലും. അതിലൊക്കെ എന്താണോ നിന്റെ ഇഷ്ടം അത് ചെയ്യ്, വേറെ ഒരാളെ കുറിച്ചും ചിന്തിക്കണ്ട എന്നുള്ളൊരു ഇത് എൻ്റെ മൈൻഡിലേക്ക് തന്നിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ എൻ്റെ എഴുതാൻ എന്നെ കൊണ്ട് നിർബന്ധിക്കുന്ന എല്ലാത്തിനും, ആക്ട് ചെയ്യാനാണെങ്കിലും വെറുതെ ഇരിക്കരുത് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഞാനാണെങ്കിൽ കുറച്ച് മടിച്ചിയാണ്, എല്ലാത്തിലും ഒന്നൊരു പുഷ് ആവശ്യമുണ്ട്, എല്ലാത്തിലും ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ റീൽസ് ചെയ്യുന്നതാണെങ്കിൽ പോലും റീൽ എടുക്കാം, പുള്ളി തന്നെ ലൈറ്റ് സെറ്റ് ചെയ്യും, ക്യാമറ ചെയ്യും, എഡിറ്റ് ചെയ്യും, എല്ലാ കാര്യങ്ങളും നമ്മൾ അതിന്റെ സൗണ്ട് ഡിസൈനർ ആണ്. അപ്പോൾ പ്രൊഫഷണലി സൗണ്ട് ഡിസൈനർ ആണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നീ അഭിനയിച്ചാൽ മതി, ഞാൻ വെറുതെ ഇരിക്കരുത്. മോനാണെങ്കിലും മോൻ നന്നായിട്ട് അഭിനയിക്കും. കഴിഞ്ഞ റീല് മറ്റേ ചിദംബരത്തിന്റെ സിനിമ ഉണ്ടല്ലോ, ബാലനിലെ അമ്മ മോൻ സാധനം കണ്ടപ്പോ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. പിന്നെ എനിക്ക് ഓൾറെഡി അറിയാം, നീ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞ വെച്ചാൽ വളരെ നന്നായിട്ട് റീൽസ്, അതായത് സിനിമയിലെ സീൻസ് റീക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഉണ്ണിമായ, അതെനിക്കറിയാം. മറ്റേ അതെന്താന്ന് വെച്ചാൽ ആ ചിന്താവിഷ്ടിയായ ശ്യാമളയിലെ അത് എന്തൊക്കെ എത്ര മില്യൺസ് ഓഫ് വ്യൂസ് ആണ് പോയത്. അത് എന്താ ഓരോ ജസ്റ്റ് മൈന്യൂട്ട് സാധനങ്ങൾ പോലും വളരെ കൃത്യമായിട്ട് മറ്റേ സംഗീത ചേച്ചി ചെയ്തു വെച്ചതുപോലെ, മാം ചെയ്തു വെച്ചതുപോലെ, എന്താ പറയാ, ഒരു അതിന്റെ എല്ലാം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്ന് അത്രയും. അതിന്റെ കമന്റ്സ് തന്നെ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല വ്യൂസ് പോയതാണ്. രണ്ടാമതും പിന്നെയും കുറെ ചെയ്തു. ഇപ്പൊ അടുത്ത് ഞെട്ടിച്ചത് ബാലനിലെ അതാണ്. അതിന്റെ ക്രൂ മെമ്പേഴ്സൊക്കെ അതിന്റെ കമന്റ് ചെയ്തിട്ടുണ്ട്, ഡയറക്ടർ ചിദംബരം അടക്കം ഇതിന് കമന്റ് ചെയ്തതാണ്. അപ്പോൾ അവരുടെ കമന്റ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് എന്താ സന്തോഷമാണ്. ഇത് തന്നെയാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ആക്ടിങ് പാഷനാക്കി കൊണ്ടുവരുന്ന ആൾക്കാരോട് പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഫിലിമിലേക്ക് വേണ്ടി വെയിറ്റിംഗ് പീരീഡ് ചിലപ്പോൾ ഒരുപാടായിരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ അഭിനയം മറക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പാഷൻ അത്രയും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് എനിക്കാണെങ്കിൽ എല്ലാം പെട്ടെന്ന് എടുത്ത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കൂട്ടത്തില്ല. പക്ഷെ അത് നേരെ ഓപ്പോസിറ്റ് ആണ് ചരണേട്ടൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അത് ബാലന്റെ സീൻ ചെയ്യുന്ന സമയത്തിന് ഓരോ സീൻ ബൈ സീൻ ആയിട്ട് അങ്ങനെയാണ് 2 മണിക്കൂർ എങ്ങാനും എടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ നമ്മളെന്താ, നമ്മുടെ ജോലി അഭിനയമാണ്. അതിപ്പോ സിനിമയിൽ തന്നെ അഭിനയിക്കണം എന്നില്ലല്ലോ. അപ്പൊ കുറെ മീഡിയ ഉണ്ട്, നമ്മളെപ്പോഴും അത് ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതേ. പിന്നെ അതിലൊരാളെ കമന്റ് എങ്ങനെയാ കരയുന്നത്, അപ്പൊ അതിനൊരാൾ താഴെ ഉള്ളിയുടെ സിമ്പിൾ ഇട്ട് ഉള്ളി വെച്ചിട്ട് അങ്ങനെ ഒന്നല്ല കേട്ടോ. എനിക്ക് ഇമോഷൻ സീൻ ചെയ്യുന്ന സമയത്ത് അപ്പൊ തന്നെ ഞാൻ കരയും. ഒന്നും ആ ഒരു സീൻ ഞാനാണെങ്കിലോ, ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എങ്ങനെയാണെന്നുള്ള രീതിയിൽ പെട്ടെന്ന് കരയും. ചിരി നിർത്താൻ പറ്റില്ല. അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്, ഈ കരയാനും ചിരിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. അത് പറയാൻ കാരണം ഇപ്പൊ നമ്മളും കരയും ചിരിക്കുകയൊക്കെ ചെയ്യും, അതല്ല ഈ ഷോർട്ടിൽ പെട്ടെന്ന് അത് റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണമല്ലോ, ഓർഗാനിക്കലി കൊണ്ടുവരണമല്ലോ. അതെന്ന് വെച്ചാൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കുറെ എക്സ്പീരിയൻസിൽ നിന്നുമാണ് നമുക്കത് കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള ഈ റീക്രിയേഷൻ അതെങ്ങനെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? അത് കുറെ റിഹേഴ്സൽ, ഒരുപാട് റിഹേഴ്സൽസ് ചെയ്യില്ല. ഇതിപ്പോ നമ്മൾ മോനെ വെച്ച് ചെയ്തത് കൊണ്ടാണ് നമുക്ക് കുറെ ടൈം പോയിട്ടുള്ളത്. കാരണം കുഞ്ഞല്ലേ, അപ്പൊ അവൻ ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ലുക്കൊക്കെ ചിലപ്പോൾ ക്യാമറയിലേക്ക് നോക്കി പോവും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈം അതിലേക്ക് വന്നിട്ടുള്ളത്. അതല്ലാണ്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത്, കാരണം ഒരുപാട് ടേക്ക് പോകുന്ന സമയത്ത് ചില സമയത്ത് ആ ഒരു ക്യാരക്ടർ അങ്ങ് വിട്ടുപോകും. അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് ഡയലോഗ് പെട്ടെന്ന് പഠിക്കും. പിന്നെ ഇത് ബാലൻ ചെയ്ത് തന്നെ നമ്മൾ ഓഡിയോ വെച്ചിട്ട് ചെയ്തതല്ല, ഞാൻ ഓൺ വോയിസ് ചെയ്തപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴേക്കും ഏകദേശം ഒരേ കറക്റ്റ് പേസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതെന്തോ അങ്ങനെ വന്നുകൊണ്ട് മറ്റേ വോയിസ് വെച്ചിട്ട് ചെയ്തു. അതല്ലാണ്ട് ഓൺ വോയിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ വേറൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നുണ്ട്, അതായത് നീ ഇങ്ങനെ ഒരു നിൽക്കും, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോയിസ് ഉണ്ട്, ഓരോ ഇമോഷൻസ് സിറ്റുവേഷൻ, ഓരോ ഓഡീഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഓരോ ഇമോഷൻസ് ചെയ്യുന്ന പെട്ടെന്ന് ഭാവങ്ങൾ വരുന്ന ഒരു സീൻ. അതും ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആണ്, അല്ലേ? അതും വളരെ നന്നായിട്ട് അത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവരും പറയാറുണ്ട്
ഇൻസ്റ്റാഗ്രാമിൽ പൃഥ്വിരാജ് ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് കേട്ടിട്ടായിരുന്നു. അതായത് മുമ്പൊക്കെ സിനിമയിൽ നമ്മളിപ്പോൾ അങ്ങോട്ട് ഡയറക്ടേഴ്സിനെ വിളിക്കണം, നമ്മുടെ ഫോട്ടോസ് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇന്ന് ആണെങ്കിൽ ഒരു സിനിമയിൽ ഒരു പുതിയ ആൾക്കാരെ നോക്കണം എന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ആദ്യം തുറക്കുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. ആ രീതിയിലേക്ക് ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് അത്രത്തോളം വന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ടാലന്റ് കാണിക്കാനും ഷോക്കേസ് ചെയ്യാനും നമുക്ക് പ്ലാറ്റ്ഫോം ഉണ്ട്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്താൽ മതി, അതിലാണ് കാര്യം അല്ലേ. എന്തായാലും ഇനി അങ്ങനെ കുറേ വീഡിയോകൾ ചെയ്യാൻ പറ്റട്ടെ, നല്ല രീതിയിൽ അത് ചെയ്ത് പോകാൻ പറ്റട്ടെ. പിന്നെ തിരിച്ച് നമ്മളെ നാട്ടിലെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഭർത്താവിൻ്റെ വീട് മട്ടന്നൂരാണ്, നിൻ്റെ വീട് കാഞ്ഞങ്ങാടാണ്. അപ്പം നിനക്ക് ഏടെ കൂടുതൽ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ വലിയൊരു പീരീഡ് ഉണ്ട്, മീൻസ് ഒരു ട്രാൻസിഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് വീട്ടിലേക്ക് ഓടിപ്പോകുന്ന ആളായിരുന്നു. കോവിഡ് ടൈമിലൊക്കെ ആണെങ്കിലും ഹോസ്റ്റലിലൊക്കെ ആണെങ്കിലും, കോവിഡ് ടൈമില്ല ഹോസ്റ്റലൊക്കെ ആണെങ്കിലും അമ്മയുള്ള കാലവും അമ്മ ഇല്ലാത്ത കാലവും എന്ന് വേണമെങ്കിൽ എനിക്കത് മാറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അധികം വീട്ടിലേക്ക് അങ്ങനെ പോവാറില്ല. എനിക്കെന്തോ അച്ഛൻ വീട്ടിലുണ്ട്, അനിയത്തിയുണ്ട്, അനിയത്തിയുടെ കുട്ടി ഫാമിലി, പക്ഷെ എന്തോ ഒരു മെൻ്റൽ ബ്ലോക്ക് മാറിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയവും എറണാകുളത്ത് അല്ലെങ്കിൽ മട്ടന്നൂർ എന്നുള്ള രീതിയിൽ വീട്ടിൽ പോയി ഞാൻ അധികം നിൽക്കാറില്ല, പോയി പെട്ടെന്ന് തന്നെ വരും. മനസ്സിലായി. എനിക്കിപ്പോൾ എത്ര സിനിമകൾ ഇപ്പോൾ ഞാനിപ്പോ 5 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 സിനിമകളിലും ക്യാരക്ടേഴ്സ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നിൻ്റെ 5 സിനിമകളും കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഓരോ രീതിയിലും ഇപ്പോൾ ഉണ്ണിമായല്ല അവിടെ, അതെനിക്ക് ഓരോ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഞാൻ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിനക്ക് എങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഇനി ചെയ്യണം എന്നാണ് ആഗ്രഹം? അല്ല, എനിക്കൊരു പെർഫോമർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് തന്നെ ആഗ്രഹം. നമ്മളിപ്പോൾ ആക്ടേഴ്സിന് പല രീതിയിലേക്ക് എടുക്കാം. നല്ലൊരു ഹീറോയിൻ അല്ലെങ്കിൽ പെർഫോമർ അങ്ങനെയൊക്കെ രീതിയിൽ എടുക്കുവാണെങ്കിൽ ആ കുട്ടി നന്നായി അഭിനയിക്കും കേട്ടോ, എനിക്ക് അങ്ങനെ പറഞ്ഞ് കേട്ടാൽ മതി, അതാണ് ആഗ്രഹം. അല്ലാണ്ട് വലിയ അങ്ങനെയല്ല. എൻ്റെ ഡ്രീം അത്രക്ക് പോയിട്ടില്ല. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എൻജോയ് ചെയ്യുന്ന ആ രീതിയിലേക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം ഇതുവരെയും വന്നിട്ടില്ല. പക്ഷെ എന്നെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇന്ന ആളല്ലേ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ, അഭിനയം കൊള്ളാട്ടോ എന്ന് വന്ന് പറയുന്ന രീതിയിലേക്ക് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടും. എനിക്ക് പ്രണയവിലാസം ചെയ്ത സമയത്ത് ചെറിയ റോളാണ് പ്രണയവിലാസത്തില്, പക്ഷെ ഒരു സീക്വൻസ്, ഒരു റംല ക്യാരക്ടർ, അർജുനേട്ടൻ്റെ കൂടെയാണ്. എനിക്ക് ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ച് കിടക്കണം എന്ന് പറഞ്ഞ സീൻ കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ വരുമ്പോൾ ഞാൻ കാണുന്നത് മാർട്ടിൻ സാറിനെയാണ്. മാർട്ടിൻ പ്രക്കാട് സാർ അതിൻ്റെ പ്രൊഡ്യൂസറാണ്. സാറ് വന്ന ഉടനെ പറഞ്ഞു, നന്നായി ചെയ്തു കേട്ടോ ഉണ്ണിമായ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്താ ഭയങ്കര ഒരു അവാർഡ് കിട്ടിയ പോലെയായിരുന്നു. സാറൊക്കെ അത്രയും വലിയ പടങ്ങളൊക്കെ കാരണം ചെറിയ റോളാണ്, അങ്ങനെ വലിയൊരു സീനും അല്ലായിരുന്നു അത്. പക്ഷെ ആ ഒരു സീൻ പിന്നെ ഞാൻ പടം കണ്ട സമയത്ത് അതിലൊരു അതോറിറ്റേറിയൻ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. കാരണം അമ്മയുടെ അസാന്നിധ്യത്തിൽ ആ വീട്ടിലേക്കുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത്, ആരും പറയാണ്ട് തന്നെ ഏറ്റെടുത്ത് എല്ലാ കാര്യങ്ങളും മാനേജ്. അപ്പൊ പടം കാണുമ്പോഴാണ് എനിക്കും അത് ചിന്ത വന്നു. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അങ്ങനെയൊക്കെ ചെറിയ കാര്യം ചെയ്യുമ്പോൾ തന്നെ നല്ല ഒപ്പീനിയൻ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇന്ന് കഥാപാത്രങ്ങളെ ചെയ്യുന്നുണ്ടോ എനിക്ക്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മള് പരിവാറില് എന്റെ മോനിപ്പോ 4.5 വയസ്സായതേ ഉള്ളൂ. അതിൽ 10 വയസ്സുള്ള മോന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. പരിവാറിൽ എന്ത് രസമായിരുന്നല്ലേ, ഒരു മാസം നമ്മൾ ആ മനയിൽ തന്നെ, അവിടെ മനയുടെ ഫ്രണ്ടില് പുഴയുണ്ട് അല്ലേ, നല്ല നല്ല വൈബായിരുന്നു. പ്രത്യേകിച്ച് ജഗദീഷ് ചേട്ടന്റെയും പ്രശാന്ത് ചേട്ടന്റെയും ഇന്ദ്രൻ ചേട്ടനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്ദ്രൻ ചേട്ടനെ കാണണമെന്നേ. അതിട്ട് ഇന്ദ്രൻ ചേട്ടനെ കാണാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മുന്നേ ഇന്ദ്രൻ ചേട്ടനൊരു ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാലക്കാടാണെന്ന് തോന്നുന്നു. നമ്മൾ എറണാകുളത്ത് നിന്ന് കാറെടുത്ത് പാലക്കാട് ആ സ്ഥലം വരെ പോയി ഇന്ദ്രൻ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട്, പക്ഷെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കാണുന്നത് പരിവാറുണ്ട് പൂജക്കായിരുന്നു. അതും എത്ര സീൻസാലും ഒരുമിച്ച് അഭിനയിക്കാൻ തന്നെ പറ്റി. എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നത് ആ പടത്തിന്റെ പൂജ കഴിഞ്ഞ ഫസ്റ്റ് ഷോട്ട് എന്റെ ഇന്ദ്രൻ ചേട്ടനായിരുന്നു. അത് ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. ഫസ്റ്റ് ഷോട്ട് തന്നെ ഓക്കെ ആയി. പിന്നെ നമ്മളൊരു ഫാമിലി പോലെ ആയിരുന്നു. എന്തായാലും ഫാമിലി മൂവിയാണ്. 26 ദിവസം 28 ദിവസം ഷൂട്ട് ചെയ്തതാണ്. എല്ലാ ദിവസവും ആ അവിടെ മനയിൽ വന്നിരിക്കും, എല്ലാവരും കുടുംബക്കാരായിട്ട് തന്നെ ഇരിക്കും. ചേട്ടനൊക്കെ കുറെ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. നമ്മള് സിനിമയിൽ വന്നു കഴിഞ്ഞാല് നമ്മുടെ ഫൈനാൻസ് മാനേജ്മെന്റ് ഒക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ കുറെ അഡ്വൈസ് ഒക്കെ തന്നിട്ടുണ്ട്. എപ്പോഴും ഒരു പ്രൊഫസർ ഫീൽ ആണ് അല്ലേ നമുക്ക്. എന്തായാലും ഡൗട്ടുള്ള കാര്യം എന്താ ഇനി ചെയ്യണ്ടേന്നുള്ളത് നമുക്ക് നേരെ ചോദിക്കാൻ പറ്റും. എല്ലാത്തിനെ പറ്റിയും ആധികാരികമായിട്ട് സംസാരിക്കാൻ പ്രശാന്ത് ഏട്ടൻ പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. പ്രശാന്ത് ഏട്ടന്റെ വൈഫ് ക്യാരക്ടറാണല്ലോ ചെയ്തത്. നല്ലൊരു, എനിക്ക് എന്താ പറയേണ്ടത്, ചില ആൾക്കാർ നമ്മളിപ്പോ പേരായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ആ ഷൂട്ടിംഗ് ആ സ്പോട്ടിലായിരിക്കും നമ്മൾ സംസാരിക്കുക ഇതാക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ പ്രശാന്ത് ഏട്ടൻ അങ്ങനെ ആയിരുന്നില്ല. പ്രശാന്ത് ഏട്ടൻ നമുക്കിത് ഇങ്ങനെ ചെയ്താൽ അടിപൊളിയാവും കേട്ടോ, നീ ഇതിങ്ങനെ പെർഫോം ചെയ്യും, ഞാൻ ഇങ്ങനെ പറയാം. അതായത് ഓരോ ഷോട്ടിനും മുന്നിലും
നമ്മളത് ഡിസ്കസ് ചെയ്ത് അതെങ്ങനെ അയക്കാം, അതായത് സ്വന്തം ഭാഗം മാത്രം ചിന്തിക്കുന്ന ഒരു ആക്ടർ ആയിരുന്നില്ല. നമ്മളൊരു ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ ഔട്ട്പുട്ടും കൂടി നന്നായാൽ മാത്രമേ അതൊരു ഗ്രൂപ്പ് വർക്ക് ആവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പ്രശാന്ത്. തീർച്ചയായിട്ടും അത് ഡിസ്കസ് ചെയ്ത് നമ്മളൊക്കെ പുതുമുഖങ്ങളാണ്, പക്ഷെ പ്രശാന്ത് ഏട്ടനൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പോൾ ഈ നിലയിൽ എത്തിയിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ടാണോ എന്നറിയില്ല, ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ ഒപ്പം എന്ന് പറഞ്ഞ ചെറിയ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും അവരെ ഒപ്പം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. തീർച്ചയായും നമ്മളെ അവരെ കംഫർട്ട് ആക്കി അല്ലേ. കംഫർട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ കൂടെ അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നല്ലേ. അത് എന്നാലും നല്ലൊരു അനുഭവമായിരുന്നു. ഇപ്പോൾ സിനിമയിലേക്കാണെങ്കിലും അല്ലാതെ നമ്മുടെ സ്കൂളിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ നമുക്ക് സൗഹൃദങ്ങൾ ഇപ്പോൾ ഉണ്ണിമായിക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. സൗഹൃദങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്? എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അത് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഉണ്ണിനെയും കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഉണ്ണി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെട്ടുപോയി എന്ന് വിചാരിക്കേ, അവളെ സഹായിക്കാൻ ആ നാട്ടിൽ അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ടാവും, വന്നിരിക്കുന്നു പറയാറുണ്ട് അമ്മ. അതൊക്കെ ലൈഫിൽ എനിക്കിങ്ങനെ യാഥാർത്ഥ്യമായ പല സിറ്റുവേഷൻസും ഉണ്ട്. ഇപ്പം എന്തെങ്കിലും വർക്കിൻ്റെ കാര്യത്തിലൊക്കെ പോയിട്ട് ലേറ്റ് നൈറ്റ് ഒക്കെ എവിടെയെങ്കിലും സ്റ്റക്കായിപ്പോയി, നമുക്ക് തിരിച്ചു വരാൻ ബസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്ക് ആ ഒരു കൂട്ടത്തിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും പഠിക്കണ്ട, ഞാനത് എത്തി, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വിടാം എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. അത് ആൺ പെൺ വ്യത്യാസമില്ലാണ്ട് ഒത്തിരി ആൾക്കാരുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഉള്ള സൗഹൃദമാണ് പലരുടെയും. പലരും ഞാൻ നേരിട്ട് കാണാത്ത ഇതുവരെയും നേരിട്ട് കാണാത്ത ഫ്രണ്ട്സും കൂടി ഉണ്ട് കേട്ടോ. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് എഴുത്ത് ഗ്രൂപ്പുകളൊക്കെ ഒരു കാലത്ത് ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പൊ ദ്രോഹാക്ഷരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ദ്രോഹാക്ഷരങ്ങൾ അതിന്റെ ഐറണി നമുക്ക് ദ്രോഹാക്ഷരങ്ങൾ, അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞ ഒരു ഫാമിലി പോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെ അതിൽ ചില ആൾക്കാരെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല, പക്ഷെ എന്താവശ്യത്തിനാണെങ്കിലും അവരൊക്കെ ഓടിപ്പിടിച്ച് മുന്നിൽ എത്തുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ പറയില്ലേ, ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിവ് വരും. അതായത് എന്താ പറയണ്ടേ, ആ ഉള്ള സൗഹൃദങ്ങളൊന്നും വാല്യുബിൾ അല്ല എന്നുള്ളൊരു തിരിച്ചറിവ്. പക്ഷെ ഞാൻ എന്തോ ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഡെയിലി വിളിക്കുന്ന ആൾക്കാരല്ല, ഡെയിലി മെസ്സേജ് ചെയ്യുന്ന ആൾക്കാരല്ല, പക്ഷെ എന്തൊരാവശ്യത്തിനും ഉണ്ണി നീ ഒറ്റയ്ക്കല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മളെ കാര്യം ഇപ്പോൾ ഐ എം വെരി പ്രൗഡ് അത് കേൾക്കുമ്പോൾ. ഇപ്പോൾ നമ്മളെ കാര്യം നോക്കിയാണെങ്കിലും നമ്മൾ സ്കൂളിൽ 10ാം ക്ലാസ്സിലാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് രണ്ടാളും 2 വഴിക്ക് വേറെ വേറെ പോയി. പിന്നെ കാലങ്ങളോളം കോണ്ടാക്റ്റേ ഇല്ല. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 2-3 വർഷത്തിന് മുന്നെയാണ് വീണ്ടും നമ്മൾ അല്ലേ, നീ നിന്റെ വഴിക്ക് സഞ്ചരിച്ചു, ഞാൻ എൻ്റെ വഴിക്ക് സഞ്ചരിച്ചു, സിനിമ എന്ന് പറയുന്ന കോമൺ പോയിന്റിൽ എത്തി. ആ സിനിമയാണ് നമ്മളെ വീണ്ടും മീറ്റ് ചെയ്യിപ്പിച്ചത്. എനിക്ക് കുറേ ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. ഈ ബോയ് ഫ്രണ്ട്സിനോടൊക്കെ ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ, എടി നമ്മൾ എത്ര വർഷമായി ഫ്രണ്ട്സായിട്ട്, ഇന്നേ വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മനസ്സിൽ പോലൊരു പ്രണയമോ കാര്യമോ ഒന്നും തോന്നിയിട്ടില്ലല്ലോ, അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് ഇതിനിടയിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. ചില സൗഹൃദത്തിൽ തുടങ്ങി റിലേഷൻഷിപ്പിലേക്ക് പോയി അങ്ങനെ പോകാറുണ്ട്. പക്ഷെ എൻ്റെ പല സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്യുവറാണ്, ഭയങ്കര പ്രഷ്യസ് ആണ്. ഇപ്പോൾ അവരൊക്കെ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരാണ്. എടി നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ചില ആൾക്കാരുടെ അടുത്ത്. അതായത് ചിലപ്പോൾ ഇപ്പോൾ വൈഫിനോടോ അല്ലെങ്കിൽ നമ്മൾ സൗഹൃദം പറയുമ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. എടി നിന്നെ ഞാൻ പെണ്ണായിട്ട് കൂട്ടിയിട്ടില്ല. ഇപ്പൊ ചിന്തിക്കുന്ന സമയത്ത് അവർ പറയല്ലോ, അതൊരു പെൺകുട്ടിയല്ലേ, നിങ്ങളൊരു ആൺകുട്ടിയല്ലേ എന്നൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ പറയും. ഇപ്പോഴും ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ അങ്ങനെ ഒരു ജെൻഡർ അതിലൊരു ജെൻഡർ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അത് ആത്മബന്ധം മാത്രമേ ഉള്ളൂ, സൗഹൃദമാണ് അതിന്. അപ്പോൾ അങ്ങനെയൊക്കെ ശരിക്കും ബ്ലെസ്ഡ് ആണ്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഓണം സെലിബ്രേഷൻ, ഓണം ഇപ്പോൾ എത്ര വരെ ആഘോഷങ്ങളൊക്കെ? ഒന്നും തുടങ്ങിയിട്ടില്ല. ഓണത്തിനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഒന്ന് ഡ്രസ്സ് എടുക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. അതാ ഈ ഇപ്പോഴത്തെ ഓണത്തിന് ചെറിയൊരു വൈബ് കുറവുണ്ട്. അല്ല, ഇപ്രാവശ്യത്തെ ഓണം എനിക്ക് സ്പെഷ്യലാണ്. അനിയത്തിയുടെ കുഞ്ഞും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കാഞ്ഞങ്ങാടൊക്കെ പെൺകുട്ടികൾക്ക് ആദ്യത്തെ ജനിച്ചിട്ട് ഫസ്റ്റത്തെ ഓണം പെൺകുട്ടികൾക്കാണെങ്കിൽ കോടി ഉത്രാടവും ആൺകുട്ടികൾക്ക് കോടി ഓണമാണ്. വേറെ എവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മളെ നാട്ടില് കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര ഗ്രാൻഡ് ആയിരിക്കും. കോടി വിഷു ഉണ്ട്, കോടിപ്പൂരം ഉണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ ആരും പ്രത്യേകിച്ച് വിളിച്ച് ക്ഷണിക്കൊന്നും വേണ്ട. കുടുംബക്കാരൊക്കെ വരും, കുഞ്ഞിനൊക്കെ കുറെ ഡ്രസ്സൊക്കെ വാങ്ങി വലിയ ആഘോഷം തന്നെയാണ് നമ്മുടെ നാട്ടില്. മട്ടന്നൂർ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ. നമ്മുടെ നാട്ടിലത്
പുതിയൊരു വീടായി കഴിഞ്ഞാലും ആ വർഷത്തെ ഓണത്തിനൊക്കെ ഓണം ഞങ്ങൾക്ക് കോടി ഉത്രാടാണ്. കോടി ഉത്രാടാണല്ലേ, അപ്പൊ ഭയങ്കര ആഘോഷമായിരിക്കും. അപ്പൊ നമ്മൾ ഉത്രാട തന്നെയാണ് നമ്മുടെ എപ്പിസോഡും. അപ്പൊ ആ ഒരു അല്ലേ, ഉത്രാടം തന്നെ കോടി ഉത്രാടത്തിന്റെ അന്ന് എല്ലാവർക്കും നമ്മുടെ എപ്പിസോഡ് കാണുകയും ചെയ്യാം എന്റെ വീട്ടിലെല്ലാവർക്കും അല്ലേ. പിന്നെ അപ്പൊ എന്തായാലും ഓണം കാര്യങ്ങളൊക്കെ അല്ലേ, നമുക്ക് ചെറിയൊരു ഗെയിം കളിച്ചാലോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമല്ലോ അല്ലേ. ഞാന് ഓരോ ഇമോജീസ് കാണിക്കും, എനിക്കൊന്നും അറിയില്ല അത് ഏത് സിനിമയാണെന്ന് പറയണം. ഞാൻ തോൽവി സമ്മതിച്ചിരിക്കും. ഇല്ല, തോൽവി സമ്മതിക്കാനൊക്കെ വരട്ടെ, എനിക്ക് പറ്റുന്നതൊക്കെ തന്നെയാണ്. ഓരോന്ന് മാറ്റി മാറ്റി കാണിക്കാം കേട്ടോ. ഗസ് ദ മൂവി. കിളിച്ചുണ്ടമാമ്പഴം. കിളിച്ചുണ്ടമാമ്പഴം കറക്റ്റ് ആണേ. അല്ല, ഇതെന്താണെന്ന് ഞാൻ ആലോചിക്കട്ടെ. ഞാൻ പറഞ്ഞത് അയ്യോ, അടികപ്പേരെ കൂട്ടമണിയാണോ? അല്ല, ചിന്താമണി കൊലക്കേസ്. ചിന്താമണി കൊലക്കേസ് ടഫ്. എനിക്ക് പോലും ഇത് ഞാനാണ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത്, എനിക്ക് പോലും മറന്നുപോയി. കൊള്ളാം. അയക്കൂടാ. രണ്ടാം പാതിരേ അല്ല, അഞ്ചാം അങ്ങനെ സിനിമയില്ല. രണ്ടാം പാതിരയൊന്നുമില്ല. ഇരട്ട ഫാദർ. എളുപ്പമാണ്. ക്ലൂ വേണോ? ക്ലൂ വേണം. ജയറാമാണ് ഇതിലെ നായകൻ. ഇരട്ട കുട്ടികളുടെ അച്ഛൻ. വെരി ഗുഡ്. അച്ഛനായിരുന്നുള്ളത്. അയ്യോ, ഇതേതാ? അച്ഛൻ ഉറങ്ങാത്ത വീട്. ഓ വെരി ഗുഡ്, അച്ഛൻ ഉറങ്ങാത്ത വീട്. അടുത്തതേ മണിക്കുട്ടി ഓടി തുടങ്ങും. ക്ലൂ ആണോ? നീലക്കണ്ണും ദീപണ്ടിച്ചു. ഒരു ക്ലൂ ആണോ? ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടരാ. CID മൂസ. ഓ, എല്ലാത്തിന്റെ ഓരോരോ CID മൂസ. അത് മനസ്സിലായി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടിട്ടാണല്ലേ. CID ഐലൻഡ് ആണോ ദ്വീപാണോ? അത്ഭുത ദ്വീപ്. അത്ഭുത ദ്വീപ്. അടുത്തതേ പാറയും ചപ്പാത്തിയും. റോക്ക് ആൻഡ് റോൾ. എനിക്ക് നല്ല ബുദ്ധിയാണ്. നീ വിചാരിച്ചതിനെ പറ്റി. ടീച്ചറല്ലേ ഇത് കണ്ടുപിടിക്കും മോളെ എന്നാ. ഇത് ഞാൻ ഒരു ടാസ്ക് ഇട്ട തന്നെയാണ്. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ സമ്മതിക്കും. വയ്യ. ഇത് പറഞ്ഞേ. ഒരാടും 6 ലവും. ഗോട്ട് 6. ക്ലൂ ആണോ? സെൻസേഷനായ ഒരു പാട്ടായിരുന്നു. ആ പാട്ടില് സെൻസേഷനായ ഒരു സെലിബ്രിറ്റി ഉയർന്നു വന്നു. ഒരു എന്താ പറയണ്ടേ, വൺ നൈറ്റ് സെൻസേഷൻ എന്നൊക്കെ പറയുന്നത്. തന്നെ സിനിമയുടെ പേര് പറ. സിനിമ ഏതായിരുന്നു? അയ്യോ, പറ. നൂറിൻ ഷെരീഫ്. ഒമർ ലുലു. സിനിമയുടെ പേര് പറ. ഒമർ ലുലു. ഒരാടും സിനിമയുടെ പേര് ഞാൻ പറയും. 5 4 3. ഞാൻ പാട്ട് പാടിത്തരാം. പാട്ട് പാടി. പാട്ട് പാടില്ല. ഇല്ലല്ലോ, പാടൂല. ഒരാടും ഒരു ഇല്ലടെ കിട്ടുന്നില്ല. സിനിമ പടം. ഇങ്ങോട്ട് നോക്ക്. ഒരു ആട് 6 ലവ്. ഒരടാർ ലവ്. ഇത് ഡോക്ടർ ലവ് ആണോ? ഡോക്ടർ ലവ് ആണോ? ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. അത് ലവ് ആണോ ഡോക്ടർ ആണോ? ഡോക്ടറാണ്, ലവ് ഉണ്ട്. ഡോക്ടർ ലവ് എന്നും പറയാല്ലേ. ശരിക്കും ഞാൻ ഉദ്ദേശിച്ച സാധനം സത്യം പറഞ്ഞാൽ എനിക്ക് മറന്നുപോയി. വേറെ എടുക്ക്. കിട്ടി. അതിന് പറ. സിന്ദൂരാണോ? കല്യാണ
വെഡിങ്. വധു ഡോക്ടറാണ് അല്ലേ? രണ്ടെണ്ണം പോയേ. കഴിഞ്ഞ ഞാൻ ജയിച്ച്. കൊറേ കൂടുതൽ നീ പറഞ്ഞു, അത് ഒരു അഭിനന്ദനാർഹമായ കാര്യമാണ് കേട്ടോ. പക്ഷെ രണ്ടെണ്ണം പോയി. അത് നീ പെട്ടെന്ന് പറയുന്ന ഞാൻ വിചാരിച്ചു. ഇനി വേറൊരു ഗെയിമും കൂടി ഉണ്ട്, തീർന്നിട്ടില്ല. എന്റർടൈൻമെന്റ് ഗെയിം കൂടി ഉണ്ട്. ഗൈസ്, അടുത്ത ഗെയിമിനുള്ള സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ഉണ്ണിക്ക് കൊടുക്കാണ്. ഞാൻ നല്ല വോളിയത്തിൽ ഒരു പാട്ടിടും. എന്നിട്ട് ഞാനൊരു സിനിമ ഡയലോഗ് പറയും. ലിപ്പ് അറിയാലോ, ലിപ്പ് ശ്രദ്ധിച്ചിട്ട് അത് ഏതാ ഡയലോഗ് എന്ന് പറയണം. പറഞ്ഞാൽ മാത്രം വരെ അത് അഭിനയിക്കണം. ദാറ്റ് ഈസ് ദ ഗെയിം. ഓക്കെ, നമുക്ക് ഒരു അഭിനേത്രിനെ കിട്ടിയിട്ട് അഭിനയിപ്പിക്കാതെ ഇവിടുന്ന് ശരിയല്ലോ. കഴിഞ്ഞ ദിവസം മീൻരാജപ്പൂപ്പൻ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചെറിയച്ഛൻ. വന്നിട്ട് മുപ്പരും അതേപോലെ കുറെ നാടകത്തിൽ കുറച്ച് ഡയലോഗ്സ് ഒക്കെ പറയിപ്പിച്ചു. അടിപൊളിയാണ്. തുടങ്ങാം. പാട്ടിടട്ടെ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഒന്നാമത്തെ, ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസ്. ഒന്നൂടെ. ഇതല്ല ഇന്നലെ, ഇതല്ല നാളെ, ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നൂടെ. ഇതല്ല, ഇതല്ല നല്ല, ഇതിനപ്പുറം, ഇതിനപ്പുറം നല്ല, ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസ്. ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസ്. ഒന്നാമത്തെ ശരിയാണേ. ഓക്കെ, ആ മോഡുലേഷനിലൊന്ന് പറഞ്ഞേ. ഇതല്ല ഇതിന്റെ അപ്പുറം ചാടിക്കിടന്നവനാണ് അതല്ലേ KK ജോസ്. ഓക്കെ, അടുത്ത കേട്ടോ. ഞാനല്ല എന്റെ ഗർഭം ഇങ്ങനെയല്ല. ഞാനല്ല, ഞാനില്ല, ഞാനല്ല എന്റെ ഗർഭം ഇങ്ങനല്ല. മനസ്സിലാവുന്നില്ല. എന്ത്? ഞാനല്ല. നാഗവല്യോ? അതൊന്നുമല്ല. നാഗവല്യോ വിടമാട്ടെ, അതൊന്നുമല്ല. ഞാനല്ല എന്റെ ഗർഭം ഇങ്ങനല്ല. മനസ്സിലാവുന്നില്ല. ഒന്നൂടെ. ഞാൻ അല്ല. ഞാനാ? ഞാൻ അല്ല. ഞാനാ നിങ്ങളുടെ കാത്തു? അതൊന്നുമല്ല. ഞാനല്ല എന്റെ ഗർഭം ഇങ്ങനല്ല. മനസ്സിലാവുന്നില്ല. ഞാനല്ല എന്റെ ഗർഭം ഇങ്ങനല്ല. കിട്ടിയിട്ടില്ല? കിട്ടിയിട്ടല്ലോ. അപ്പൊ തോറ്റിട്ടോ. ഞാനല്ല എന്റെ ഗർഭം ഇങ്ങനല്ല. ഒന്നിൽ തോറ്റെ, ഒന്നിൽ കിട്ടിയേ. ഒരു വേണ്ടേ. അടുത്തത്, അമ്പട കേമ സണ്ണിക്കുട്ട. അമ്മേ, അതാണോ? അമ്പട കേമ സണ്ണിക്കുട്ട. അമ്മിണിയോ? അമ്മിണി പശു. അമ്പട കേമ. അമ്മായിയമ്മ? അമ്മായിയമ്മ. വെരി ഗുഡ്. അമ്പട കേമ സണ്ണിക്കുട്ട. മറ്റേ കുമ്പിടി വന്നതാണോ? കുമ്പിടി വന്നു, കബഡി നിർത്തി. ഉണ്ണിയമ്മേ, അതന്നെ അതന്നെ. വെരി ഗുഡ്. പൊളി. ആണോ? അതന്നെ അതന്നെ. ഫാന്റാസ്റ്റിക്. ആണോ? പൊളി, പൊളിച്ച്. ശരിക്കും? എന്താന്നറിയോ? എന്ത്? അമ്പട കേമ സണ്ണിക്കുട്ട. ഉണ്ണിയമ്മേ, കുമ്പിടി വന്നു. അതല്ല. അടുത്ത ഒന്നുകൂടെ തരാം. നിന്റെ ലിപ്സിങ് ശരി കിട്ടണം. ഞാൻ പിന്നെ എന്ത് പറയാ? അമ്പട കേമ സണ്ണിക്കുട്ട ഇങ്ങനെ ഉണ്ടല്ലേ പറയാ. ഒന്നുകൂടെ. ലാസ്റ്റത്തെ. തോറ്റിരിക്കുന്നു ഗൈസ്. ഒരു പോയിന്റായ. എനിക്ക് ഒന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇതെന്ത് മറിമായം? എനിക്ക് വട്ടായപ്പോഴതാണ്, അത് നാട്ടുകാർക്ക് മൊത്തത്തിൽ വട്ടായ. എന്ത്? ഒന്നുകൂടെ. ഇതെന്ത് മറിമായം? ഇതെന്ത് മറിമായം? ആണോ? ബാക്കിയും കൂടെ പറയണം. ഇതെന്ത്? അതെ, കറക്റ്റാണ്. ബാക്കിയും കൂടെ. എനിക്ക് പ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം പ്രാന്തായ? ഇതെന്ത് മറിമായം? എനിക്ക് പ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം പ്രാന്തായ? ഇതെന്ത് മറിമായം? എനിക്ക് പ്രാന്തായതാണോ നാട്ടുകാർക്ക് മൊത്തം പ്രാന്തായതാണോ? വെരി ഗുഡ്. അത് ശരി, അത് ശരി, ശരി ശരി ശരി. രണ്ടെണ്ണം ശരിയായി കേട്ടാ. അപ്പൊ വിജയിച്ചിരിക്കുന്നു. രണ്ടെണ്ണം ശരിയാക്കി കേട്ടാ. രണ്ടെണ്ണം തോറ്റു. മനസ്സിലായി. അത് എന്നെ കാണിച്ചപ്പോ മനസ്സിലായല്ലേ? തിരിച്ചറിവ്.
അപ്പൊ ഒരിക്കൽ കഴിഞ്ഞ് അപ്പൊ ഇതിൽ ഞാൻ ജയിച്ചിരിക്കുന്നു. ഓക്കെ, രണ്ടെണ്ണത്തിൽ തോറ്റേ. രണ്ടെണ്ണത്തിൽ പിന്നെ ഒരു കാര്യമുണ്ട്, ഓണമാണ്, ഉത്രാടമാണ്. ഒരു ഓണപ്പാട്ട് പാടാതെ ആലോചിക്കട്ടെ ഏത് പാട്ട്. ഏതെങ്കിലും ഒരു ഓണപ്പാട്ട്. മറ്റേ ഇത് പാടെ, തിരുവാവണിരാവ്. എന്തായിരുന്നു തുടക്കം? തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. അത്ര മതി. എന്തായാലും നന്നായി, അടിപൊളി പാട്ട്. രണ്ടുപേരും നല്ല പാട്ടുള്ള. അപ്പോൾ ഉണ്ണി, നമ്മൾ കുറേ വിശേഷങ്ങൾ പറഞ്ഞു, നമ്മളെ കുറേ ചൈൽഡ്ഹുഡിലേക്ക് പോയി, കുറേ കാര്യങ്ങൾ അയവിറക്കി അല്ലേ. നമുക്ക് മാത്രം ഞാനൊന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ കുറേ ഇന്റർവ്യൂ ചെയ്ത് എനിക്ക് എൻ്റെ ഒരു കുട്ടിക്കാലം മുതലേ കൂടെ ഉണ്ടായിരുന്ന നൻപൻ ഒരു നൻപത്തിയെ ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമുക്ക് രണ്ടുപേർക്കും അറിയാം നമ്മുടെ പാഷനും കരിയറും കാര്യങ്ങളൊക്കെ അറിയാം. ഒരുമിച്ച് സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നവരാണ്. അതെ, ഐ നോ യു ആർ എ ഫൈറ്റർ. നീ നല്ലൊരു ഫൈറ്റർ ആണെന്ന് എനിക്കറിയാം. നീ ഇവിടെ വരെ എത്തിയതിന് പിന്നിലെ നിന്റെ കഷ്ടപ്പാടുകളും ഹാർഡ് വർക്കൊക്കെ. അങ്ങനെ വലിയ കഷ്ടപ്പാടുകളൊന്നുമില്ല. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഒരുപാട് കാസ്റ്റിംഗ് കോളൊക്കെ പോയി കഷ്ടപ്പെടുമ്പോൾ എനിക്ക് ഫസ്റ്റ്, അതായത് സിനിമയിലേക്ക് എൻട്രി ആയതിനു ശേഷം അടുത്ത ഓരോരോ വർക്കുകൾ വരാനുള്ള ചില ലാഗുകൾ, അതേപോലെ തന്നെ വർക്ക് വരുന്നുണ്ട്, ചിലത് ലാസ്റ്റ് അറിയാമായിരിക്കും. ഇപ്പോൾ നമുക്ക് എപ്പോഴും ഒരു പടം അഭിനയിച്ച് എഡിറ്റിങ്ങും കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അതിലുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്ട്രഗിൾസ് മാത്രമേ ഉള്ളൂ. വർക്ക്സ് ചിലത് കമ്മിറ്റ് ചെയ്യും, പിന്നെ അത് ക്യാൻസൽ ആയി പോവും, ഡിലേ ആയി പോവും, പോസ്റ്റ്പോണ്ട് ആയി പോവും. അങ്ങനെയുള്ള സ്ട്രഗിൾസ് മാത്രം. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടല്ലോ, പക്ഷെ അത് മനസ്സിലാക്കി നിൽക്കുന്നുണ്ട്. സ്റ്റിൽ നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്തിട്ടില്ല. അത് തന്നെ വലിയൊരു ഗട്ട്സ് വേണ്ട ഒരു കാര്യമാണ്. നമുക്ക് സിനിമയിൽ നിൽക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം അതാ. അപ്പൊ എന്തായാലും നീ അങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്, നീ നല്ലൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ. ഇനി ഒരുപാട് പ്രോജക്ട്സ് വരട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഓണം കഴിഞ്ഞ് അങ്ങോട്ട് പുതിയ നല്ല കുറേ പ്രൊജക്റ്റുകളായിട്ട് വരട്ടെ. എനിക്ക് വീണ്ടും നിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ, ഒരുമിച്ച് സിനിമയിൽ അഭിനയിക്കാൻ പറ്റട്ടെ. അതും നമുക്ക് ഒരുമിച്ച് ഇനിയും പരിവാർ ചെയ്തു, അതേപോലെ ഇനിയും നല്ല സിനിമകൾ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. വൺസ് അഗൈൻ ഹാപ്പി ഓണം. താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.